വെൽക്കം ടു ദ മലയാളം ഓഡിയോ ബുക്ക് ചാനൽ ദ ത്രില്ലിംഗ് വോയിസസ്. അർദ്ധരാത്രിയിൽ ഇരുട്ടിനെ ഭയന്നുറങ്ങുന്ന ലോകത്തെ ഭീതിയോടെ ഉണർത്തുന്ന ഒരു പേര്, രക്തം കുടിക്കുന്ന ഭീകരതയുടെ രാജാവ്. അതെ, അവൻ ഡ്രാക്കുള. ആകാംക്ഷയോടെ ഞാൻ ആ കത്ത് വായിക്കാനാഞ്ഞതും വാതിൽപ്പിടി തിരിയുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് ഞെട്ടിമാറി സ്വന്തം ഇരിപ്പിടത്തിൽ പോയിരുന്നു. എന്നിട്ട് പുസ്തകം വായിക്കുന്ന ഒരു നാട്യത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങനെയിരുന്നു. പ്രഭു ആണേൽ കയ്യിൽ മറ്റൊരു കത്തും പിടിച്ചുകൊണ്ടാണ് മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. മേശമേലിരുന്ന കത്തുകൾ എടുത്ത് സ്റ്റാമ്പ് ഒട്ടിച്ചു. എന്നിട്ട് എന്നോടായി പറഞ്ഞു, ചങ്ങാതി, താങ്കൾ എന്നോട് ക്ഷമിക്കുമല്ലോ. ഇന്ന് വൈകുന്നേരം എനിക്ക് സ്വകാര്യമായ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. താങ്കൾ ഇവിടെ മിക്കയിടവും നടന്ന് കണ്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വാതിൽ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അല്പം നിർത്തി അയാൾ ഇതും കൂടി പറഞ്ഞു, പ്രിയ ചങ്ങാതി, എന്റെ ഉപദേശമാണെന്ന് കൂട്ടിക്കോളൂ. വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണ്. ഈ മുറിയിലല്ലാതെ കൊട്ടാരത്തിലെ മറ്റൊരു മുറിയിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കരുത്, കേട്ടോ. നിരവധി സംഭവങ്ങളും ഓർമ്മകളും തളം കെട്ടി നിൽക്കുന്ന ഒരു പഴയ കൊട്ടാരമാണിത്. ശ്രദ്ധിക്കാതെ ഇവിടെ അവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പേടി സ്വപ്നം കണ്ട് ഇടയ്ക്കിടെ നിങ്ങൾ ഞെട്ടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴായാലും നിങ്ങളുടെ അറയിൽ മാത്രമേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കാര്യമാക്കാതിരുന്നാൽ. ബാക്കി ഭാഗം പ്രകടിപ്പിച്ചത് ഭയാനകമായ രീതിയിലായിരുന്നു. കൈകൾ കഴുകുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തിരുമിക്കൊണ്ടായിരുന്നു പിന്നീട് സംസാരിച്ചത്. സംഗതികളുടെ ആ ഒരു കിടപ്പ് എനിക്ക് പൂർണ്ണമായും മനസ്സിലാവുകയായിരുന്നു. ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയേക്കാൾ ഭീകരമൊന്നും ആയിരിക്കുകയില്ല പ്രഭു സൂചിപ്പിച്ച പേടി സ്വപ്നമെന്ന് ഞാൻ മനസ്സിലോർത്തു. ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഈ ഒരു കൊട്ടാരത്തിൽ എനിക്ക് എവിടെ ഉറങ്ങുന്നതിനും എനിക്ക് ഭയമില്ല. ദുസ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് ഈ ഒരു ക്രൂശിത രൂപം എന്നെ കാത്തുകൊള്ളും. എൻ്റെ കട്ടിലിൻ്റെ തലയ്ക്കൽ തന്നെ ആ ഒരു കുരിശ് ഞാൻ വെച്ചിട്ടുണ്ട്. ദുസ്വപ്നങ്ങൾ ഒന്നും തന്നെ അലട്ടാതെ ഉറക്കം എന്നെ തേടിയെത്തുക തന്നെ ചെയ്യും. എൻ്റെ അരികിൽ നിന്നും പ്രഭു എഴുന്നേറ്റ് പോയ ശേഷം ഞാൻ എൻ്റെ സ്വന്തം മുറിയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് ഞാൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. അവിടെ ആകെ ഒരു നിതാന്ത നിശബ്ദതയിൽ മുഴുകി നിൽക്കുകയാണ്. ആ കരിങ്കൽ കോണി കയറി മുകളിലെത്തി. എന്നിട്ട് തെക്ക് ഭാഗത്ത് നേരത്തെ ഞാൻ കണ്ടിരുന്ന ആ ഒരു പുറം കാഴ്ചകൾ കണ്ടയിടത്തേക്ക് മെല്ലെ നടന്നു. ആ ഒരു വിശാലതയിൽ എനിക്ക് വല്ലാത്ത ഒരു വിഭ്രമം തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാരാഗൃഹമാണ്. മാളികയുടെ മുറ്റത്തുള്ള ആ ഒരു ഇരുട്ടിലേക്ക് ഞാൻ കണ്ണുകൾ പായിച്ചു. തടവറയിൽ കിടന്നുറങ്ങുന്നവനെ പോലെ ശ്വാസമുട്ടൽ അനുഭവിക്കുന്ന എൻ്റെ നാസികളിലേക്ക് തണുത്ത വായു കടന്നു വന്നു. അത് എന്നിലാകെ ഒരു ഉന്മേഷമുണർത്തി. എന്നാൽ ആ ഒരു അന്ധകാരത്തിന്റെ ഭീകരത എന്നിലേക്ക് അരിച്ചു കയറാനും തുടങ്ങി. നാഡീഞരമ്പുകളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ ദിക്കറിയാതെ ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം നിഴലിനെ പോലും ഇപ്പോൾ ഭയപ്പെടുന്നു. വന്യഭാവനയിൽ ഞാൻ വിലയം ചെയ്യപ്പെട്ടു. എൻ്റെ മനസ്സിലുണ്ടായ ഭയപ്പാടിന്റെ വ്യാപ്തി ദൈവത്തിന് മാത്രമേ അറിയാവൂ. മനോഹരമായ ആ ഒരു പുറം വിശാലതയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ സഞ്ചരിപ്പിച്ചു. പൂർണ്ണചന്ദ്രപ്രഭയിൽ ചുറ്റുപാടാകെ കുളിച്ചു നിൽക്കുകയാണ്. നിലാവിൻ്റെ ആ ഒരു അലൗകിക പ്രഭയിൽ അകലെയുള്ള കുന്നുകൾ അലിഞ്ഞില്ലാതെയാകുന്നു. കുന്നിടകളിലെ ആ ഗർത്തങ്ങളിലെയും താഴ്വരകളിലെയും മരങ്ങളിലെയും എല്ലാം ഹരിതരാശിയിന്മേൽ നിഴൽ വീശിയിരുന്നു. ഈ അതിമനോഹരമായ ദൃശ്യങ്ങൾ എന്നെ ആകെ മത്തുപിടിപ്പിച്ചു. എൻ്റെ ഓരോ ശ്വാസത്തിലും സ്വച്ഛതയിലും ശാന്തി മുറ്റി നിന്നിരുന്നു. അവിടെ നിന്നും ജനാല വഴി ഞാൻ താഴേക്ക് എത്തി നോക്കിയതും താഴത്തെ നിലയിലൂടെ ഏതോ ഒരു രൂപം ചലിക്കുന്നതായി എനിക്ക് തോന്നി. ഏതാണ്ട് എൻ്റെ ഇടതുവശത്തായി മുറികളുടെ ആ ഒരു ക്രമമനുസരിച്ച് അത് പ്രഭുവിൻ്റെ മുറിയാണെന്ന് തോന്നുന്നു. എനിക്കത് ഇവിടെ നിന്ന് കാണാനാകും. ഞാൻ നിൽക്കുന്ന ഭാഗത്തെ ജനാല കരിങ്കലിൽ തീർത്തതും നല്ല ഉയരവും വലിപ്പവും ഉള്ളവയാണ്. കാലപ്പഴക്കമുള്ള അത് പൂർണ്ണമായും തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ജനാല വഴി പ്രഭുവിൻ്റെ തല പുറത്തേക്ക് വരുന്നതാണ്. എനിക്ക് അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ കഴുത്തും പിൻഭാഗത്തിൻ്റെയും കൈകളുടെയും ചലനം വഴി അത് അയാളാണെന്ന് എനിക്ക് മനസ്സിലായി. പല അവസരങ്ങളിലായി അയാളുടെ കൈകൾ ഞാൻ പഠനവിധേയമാക്കിയിരുന്നു. എനിക്കതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തെറ്റാനിടയില്ല. ആദ്യം എനിക്ക് ആ ഒരു കാഴ്ച രസകരമായി തോന്നി. ഒരു തടവുകാരനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ചെറിയ കാര്യം വഴി ലഭിക്കുന്ന കൗതുകവും ആശ്ചര്യകരമാണ്. പക്ഷെ പെട്ടെന്ന് എന്നിൽ നിന്ന് സന്തോഷം അപ്രത്യക്ഷമായി. ഭീതി എന്നെ പിടികൂടാൻ അധിക സമയം വേണ്ടി വന്നില്ല. ജനാല വഴി ഒരു മനുഷ്യരൂപം ഊർന്നിറങ്ങി വരുന്ന കാഴ്ച വളരെ ഭയാനകമായി തോന്നി. ആ ഒരു രൂപം കൊട്ടാര ഭിത്തിയുടെ മേൽ അള്ളിപ്പിടിച്ച് ഭീതിജനകമാമിതം അഗാധതയിലേക്ക് ഇഴഞ്ഞിറങ്ങുകയാണ്. കഴുത്തിന് താഴെ അയാളുടെ വസ്ത്രങ്ങൾ
ഒരു വൻ ചിറകുകൾ പോലെ വിശാലമായി വിരിയുന്നു. ആദ്യ മാത്രയിൽ എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിലാവെളിച്ചത്തിൽ എന്തെങ്കിലും ഒരു മായപ്പണിയായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. നിഴലിന്റെ ഇന്ദ്രജാല വിദ്യ പോലെ ആദ്യം തോന്നി. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെറുമൊരു തോന്നലല്ലായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. കൈവിരലുകളും കാൽവിരലുകളും ഉപയോഗിച്ച് കല്ലിന്റെ മൂലകളിൽ അള്ളിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ എന്റെ സംശയം പമ്പ കടന്നു. ഒരു പല്ലി ഭിത്തിയിലൂടെ ഇഴഞ്ഞിറങ്ങുന്നത് പോലെയാണ് ആ ഒരു കാഴ്ച എനിക്ക് അനുഭവപ്പെട്ടത്. അയ്യോ, ഇത് ഏതുതരം മനുഷ്യനാണ്? എന്തുതരം ജീവിയാണാവോ ഇത്? ഇതിന് മനുഷ്യരൂപമായി എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ? ഈ ഒരു ഭീകര സ്ഥലം ജനിപ്പിക്കുന്ന ആ ഒരു ഭയാനകത എന്നെ ആകെ വിഴുങ്ങി. ഭീതി എന്നെ പൂർണ്ണമായും കീഴടക്കിക്കൊണ്ടിരുന്നു. ഭയപ്പാടുകൊണ്ട് ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. ഒരു കാര്യം എനിക്ക് ബോധ്യമായി, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ആപാതചൂടം ഭയം എന്നെ വിഴുങ്ങിയതിനാൽ എന്റെ ചിന്താശക്തി തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ഒരിക്കൽ കൂടി ഞാനത് കണ്ടു. പ്രഭു അതാ ഒരു പല്ലിയെ പോലെ പുറത്തേക്ക് ഇഴഞ്ഞു പോകുന്നു. വശം ചേർന്ന് താഴേക്ക് നീങ്ങുകയാണ് അയാൾ. ഇപ്പോൾ ഇത് 100 അടി താഴെ എത്തിയിട്ടുണ്ടാവും. സഞ്ചാരദിശ ഇടതുവശത്തേക്കാണ്. ഏതോ ദ്വാരത്തിലേക്കോ ജനാലയ്ക്കുള്ളിലേക്കോ അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അയാളുടെ തല അപ്രത്യക്ഷമായപ്പോൾ ഞാൻ പുറത്തേക്ക് കുറച്ചുകൂടി ഏന്തി വലഞ്ഞു നോക്കി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കൃത്യമായ കാഴ്ചയ്ക്കപ്പുറമുള്ള ഒരു ദൂരമുണ്ടായിരുന്നു. പ്രഭു കൊട്ടാരം വിട്ട് പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. കൊട്ടാരത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ സമയമാണ് ഇത്. ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ മുറിക്കകത്തേക്ക് പോയി. ഒരു വിളക്ക് സംഘടിപ്പിച്ച് ഞാൻ അതുമായി തിരിച്ചെത്തി. അടഞ്ഞു കിടന്ന ഓരോ വാതിലും ഞാൻ തട്ടി തുറക്കാൻ ശ്രമിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതെല്ലാം പൂട്ടപ്പെട്ട നിലയിലായിരുന്നു. പൂട്ടുകളൊക്കെ തന്നെ താരതമ്യേന പുതിയവയുമായിരുന്നു. ഞാൻ പടവുകൾ ഇറങ്ങി ആദ്യ ദിവസം പ്രവേശിച്ച ആ ഒരു വലിയ വാതിലിനടുത്തെത്തി. പ്രയാസം കൂടാതെ കുറ്റി ഇളക്കി ചങ്ങല അഴിച്ചു മാറ്റാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം? വാതിൽ പൂട്ടിക്കിടക്കുന്നു. താക്കോൽ കാണാനുമില്ല. ചിലപ്പോൾ ആ താക്കോൽ പ്രഭുവിന്റെ മുറിയിലുണ്ടാവും. മുറി തുറന്നു കിടക്കുകയാണെങ്കിൽ താക്കോൽ എടുത്ത് പൂട്ട് തുറന്ന് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ആ മാളികയിലെ എല്ലാ ഇടനാഴികളിലും കോണിപ്പടികളിലും ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. പുറത്തേക്കുള്ള വാതിലുകൾ തുറന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ശ്രമിച്ചു. ഹാളിന് സമീപമുള്ള 1-2 മുറികൾ തുറക്കാനായി. അവയ്ക്കുള്ളിലാകട്ടെ പഴയ കുറച്ച് ഫർണിച്ചറുകളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവയാണെങ്കിലോ പൊടിയണിഞ്ഞും ചിതലരിച്ചവയുമൊക്കെ ആയിരുന്നു. അതാ അവസാനം ആ ഒരു കോണിപ്പടിയുടെ മുകളറ്റത്തെ ഒരു വാതിൽ പൂട്ടാത്തതായി കണ്ടു. പക്ഷെ ആഞ്ഞ് തള്ളിയിട്ട് അത് തുറക്കാൻ കഴിയുന്നില്ല. വിജാഗിരി ഇളകിപ്പോയിരുന്നു. കതകുപാളി ഏതാണ്ട് തറയിൽ ഉറച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് പറ്റിയ ഒരു അവസരമാണ്. ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. സർവ്വകരുത്തുമെടുത്ത് ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അവസാനം ഞാൻ വിജയിച്ചു. കൊട്ടാരത്തിന്റെ വലതുഭാഗത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ കണ്ടിരുന്ന ആ ഒരു മുറികളൊക്കെ ഒരു നില താഴെയാണ്. കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്തെ മുറികൾ എനിക്ക് ജനാല വഴി കാണാൻ കഴിഞ്ഞു. അവസാനത്തെ മുറിയുടെ ജനാലകൾ പടിഞ്ഞാറ് വശത്തേക്കും തെക്ക് വശത്തേക്കും തുറക്കാൻ പാകത്തിലായിരുന്നു. 2 വശങ്ങളിലും ഭീകരമാവിധം കീഴ്ക്കാൻ തൂക്കായിരുന്നു. ഒരു വലിയ പാറയുടെ മൂലയ്ക്കാണ് ആ ഒരു മാളിക പണിതിരിക്കുന്നത്. അതുവഴി കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്നത് അസാധ്യമാണ്. ഉയർന്നു വളഞ്ഞ് ഉന്തി നിൽക്കുന്ന ജനാലകൾ ഉള്ളതിനാൽ നന്നായി കാറ്റും വെളിച്ചവും അകത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ജീവിക്ക് പോലും അകത്ത് കടക്കാനാവില്ല. അത്രത്തോളം സുരക്ഷിതം. പടിഞ്ഞാറ് വശം ഒരു വലിയ താഴ്വരയാണ്. അങ്ങകലെ ഒന്നിനു പിന്നിൽ ഒന്നായി ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മലനിരകൾ. കരിമ്പാറക്കെട്ടുകൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് അലുക്കുകൾ പോലെ അശോകമരവും മുൾച്ചെടികളുമൊക്കെ കാണാം. അവരുടെ വേരുകൾ പാറവിടവിലൂടെ പടർന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു. പണ്ടുകാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾ വിരാജിച്ചിരുന്നത് ഇവിടെ ആയിരിക്കണം. അവിടെ കാണപ്പെട്ട ഫർണിച്ചറുകളിൽ സ്ത്രീഗന്ധം ഇപ്പോഴും തങ്ങി നിൽക്കുന്നതായി എനിക്ക് തോന്നി. അവിടെ ഉണ്ടായിരുന്ന ജനലുകൾക്കൊന്നും തന്നെ കർട്ടൻ ഉണ്ടായിരുന്നില്ല. ജനാലകളുടെ ഡയമണ്ട് ആകൃതിയിലുള്ള കണ്ണാടിപ്പാളികൾ വഴി കടന്നെത്തുന്ന ആ നിറനിലാവിൽ പുറത്തെ നിറങ്ങൾ ഓരോന്നും വ്യക്തമായി കാണാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നു. കണ്ണാടിപ്പാളികളോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പൊടിപടലങ്ങളെയും കാലം തീർത്ത മുറിപ്പാടുകളെയും ചിതൽക്കാർന്ന പഴുതുകളെയും പ്രച്ഛന്നതയിലാഴ്ത്തി മൃദുലപ്പെടുത്താൻ ആ നിലാവെളിച്ചത്തിന് കഴിഞ്ഞു. നിലാപ്രഭയിൽ എന്റെ വിളക്കിന് മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും ഇല്ലാതായി. എങ്കിലും ഈ ഒരു ഏകാന്ത ഭീകരതയിൽ ഒരു കൂട്ടുകാരനായി ഈ ഒരു വിളക്കിനെ കിട്ടിയതിൽ എനിക്ക് ആശ്വാസം തോന്നി. മുറിയിലെ ആ ഏകാന്ത തടവിൽ അടച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു സഞ്ചാരമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. മാത്രമല്ല ആ ഒരു പ്രഭുവിന്റെ സാന്നിധ്യം ഞാനിപ്പോൾ അങ്ങേയറ്റം വെറുക്കുന്നു.
വരുന്ന സാഹചര്യങ്ങളെയൊക്കെ നേരിടാൻ ഞാൻ എൻ്റെ ആ നാഡീവ്യൂഹത്തെയൊക്കെ ഞാൻ പരിശീലിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രശാന്തമായ ഒരാനന്ദം മനസ്സിൽ തത്തിക്കളിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഓക്ക് മരത്തിൻ്റെ ആ ഒരു പഴയ മേശമേലാണ് ഇരിക്കുന്നത്. ലക്ഷണമൊക്കെ കണ്ടിട്ട് ഏതോ ഒരു സുന്ദരിയായ സ്ത്രീ മധുരിക്കുന്ന ചിന്തകളോടെ ഇരിക്കാൻ ഉപയോഗിച്ചതാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ വ്രീളാവിവശയായ അവൾ തൻ്റെ പ്രണയക്കുറിപ്പുകൾ അക്ഷരത്തെറ്റോടെ കുത്തിക്കുറിച്ചത് ഇതിന്മേൽ വെച്ചാവാം. അപ്പോൾ അവളുടെ കപോലങ്ങൾ ലജ്ജയാൽ തൊടുത്ത് ചുവന്നിട്ടുണ്ടാവണം. എത്ര പഴകിയാലെന്താ, കാലത്തിന് ആ പഴമയുടെ മാറ്റിൽ ഒരു മങ്ങലും ഏൽപ്പിക്കാനാവില്ല തന്നെ. അതേ ആ ഒരു മേശമേൽ വെച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു ഡയറി എഴുതുന്നത്.